ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്ന് നമ്മൾ കുന്തൻ ബീഡ്സും ഫ്ലവേഴ്സും വെച്ചിട്ടുള്ള അടിപൊളിയായിട്ടുള്ള ഒരു ഹെവി ഹെയർ ബ്രൂച്ചാണ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഈ ഒരു കുന്തൻ ബീഡ്സിൻ്റെ കളർ വന്നിട്ട് ഒരു പീച്ച് കളറാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു ക്യാമറയിൽ അത്ര തന്നെ വിസിബിൾ അല്ല, നല്ല പീച്ച് കളറായിട്ടുള്ളൊരു കുന്തൻ ബീഡ്സാണ് ഹോളെല്ലാം വന്നിട്ടുള്ളത്. അടുത്തത് വന്നിട്ട് കുഞ്ഞു കുഞ്ഞു ഫ്ലവേഴ്സാണ് കേട്ടോ, ഓഫ് വൈറ്റ് കളറിലാണ് വരുന്നത്. ബ്രൈഡലിനെല്ലാം യൂസ് ചെയ്യുന്ന ടൈപ്പ് ഫ്ലവേഴ്സാണ് കേട്ടോ, ഡിമാൻഡഡ് ആയിട്ടുള്ള ഫ്ലവറാണ്. നല്ല ഭംഗിയാണ് കാണാനായിട്ട്. അപ്പോൾ ഇത് വന്നിട്ട് നമുക്ക് ബ്രൈഡലിന് യൂസ് ചെയ്യാം, അല്ലെങ്കിൽ റിസപ്ഷൻ അങ്ങനെയുള്ള ഒക്കേഷനിൽ യൂസ് ചെയ്യാൻ പറ്റിയ അടിപൊളിയായിട്ടുള്ള ബ്രൂച്ചാണ് കേട്ടോ. പിന്നെ കൊച്ചു കുട്ടികൾക്ക് യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഫ്രണ്ടിൽ സ്ലൈഡ് വെച്ചിട്ട് കുത്തി കൊടുക്കാം, അതല്ല രണ്ട് സൈഡിൽ റിബൺ കെട്ടി കൊടുത്തിട്ട് യൂസ് ചെയ്യാം, അതുപോലെ ഹെയർ ബോയിൽ അറ്റാച്ച് ചെയ്തിട്ട് നമുക്ക് യൂസ് ചെയ്യാം. അങ്ങനെ പല രീതിയിലും നമുക്കിത് യൂസ് ചെയ്യാം. അപ്പോൾ ഈ ഒരു ബ്രൂച്ചിൻ്റെ എല്ലാ മെറ്റീരിയൽസും നമ്മളുടെ കയ്യിലുണ്ട് കേട്ടോ. ആവശ്യമുള്ളവർ നമ്മളായിട്ട് കോൺടാക്റ്റ് ചെയ്യുക. വാട്സപ്പ് നമ്പർ ഇതിൻ്റെ താഴെ നമ്മൾ കൊടുക്കുന്നതായിരിക്കും. അപ്പോൾ നമുക്കിതിൽ എന്തൊക്കെ മെറ്റീരിയൽസാണ് വരുന്നത്, അതിൻ്റെ എല്ലാം റേറ്റ് എങ്ങനെയാണ് വരുന്നത്, അങ്ങനെയുള്ള ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഞാൻ പറയാം. അതിന് മുന്നേ ആദ്യമായിട്ടാണ് നിങ്ങൾ എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്യുക കേട്ടോ. അപ്പോൾ നമുക്ക് ഇതിൻ്റെ മെറ്റീരിയൽസൊക്കെ ഒന്ന് നോക്കാം. അപ്പോൾ ഫസ്റ്റ് വന്നിട്ട് നമുക്ക് വേണ്ടത് ഗിയർ വയറാണ്. 2 സൈസിലുള്ള ഗിയർ വയറാണ് നമുക്ക് ഇവിടെ ആവശ്യമുള്ളത്. അപ്പോൾ ഇതിൻ്റെ സൈസ് വന്നിട്ട് ഒന്ന് 3mm ഒന്ന് 4mm ആണ് കേട്ടോ ഉള്ളത്. അടുത്ത് വന്നിട്ട് ഈ ഒരു പീച്ച് കളറിലുള്ള കുന്തൻ ബീഡ്സ് ആണ് കേട്ടോ, കുഞ്ഞു കുഞ്ഞു ബീഡ്സ് ആണ്. അത്യാവശ്യം വലിയ സൈസ് ആണെന്നുണ്ടെങ്കിലും കുഴപ്പമില്ല, ബ്രൂച്ച് കാണാനായിട്ട് നല്ല ഭംഗിയായിരിക്കും. ഇതിൽ വന്നിട്ട് 2 ഹോളാണ് കേട്ടോ വന്നിട്ടുള്ളത്. ഇനിയിപ്പോൾ ഒരു ഹോളായാലും കുഴപ്പമില്ല. അപ്പോൾ ഇത് വന്നിട്ട് കവറിങ് ഇല്ലാത്ത കുന്തൻ ബീഡ്സ് ആണ് കേട്ടോ, കവറിങ് വരുന്നത് വേറെ ഉണ്ട്. അപ്പോൾ ഇത് വന്നിട്ട് കവറിങ് ഇല്ലാത്ത സീക്വൻസ് കണക്കിരിക്കും, അതാണ്. പിന്നെ വന്നിട്ട് ഈ ഒരു റൗണ്ട് ബീഡാണ് ഗോൾഡൻ കളറിലുള്ളത്. അടുത്ത് വേണ്ടത് ഇതുപോലെയുള്ള ഫ്ലവർ ബീഡ്സ് ആണ് കേട്ടോ, നല്ല ഭംഗിയാണ് കാണാനായിട്ട്. അപ്പോൾ ഇത് നമുക്ക് പൊട്ടിച്ച് നോക്കാം. ഈ ഒരു സൈസിലാണ്, കുഞ്ഞു കുഞ്ഞു സൈസിലാണ് ഇത് വരുന്നത്. കൂടുതലും ഇത് ബ്രൈഡലിനാണ് യൂസ് ചെയ്യുന്നത്, ഡിമാൻഡഡ് ആയിട്ടുള്ള ഫ്ലവറാണ്. അപ്പോൾ ഇത് ഈ ഒരു പാക്കറ്റ് നമ്മൾ പൊട്ടിച്ചിടുമ്പോൾ ഇത്രയും ഫ്ലവേഴ്സ് ഉണ്ട് കേട്ടോ. അപ്പോൾ ഇത്രയും ഫ്ലവേഴ്സിൻ്റെ ആവശ്യമില്ല കേട്ടോ, കുറച്ച് ഫ്ലവേഴ്സ് മതി. ഒരു സിമ്പിളായിട്ടുള്ള ബ്രൂച്ച് ആണെന്നുണ്ടെങ്കിൽ ഒരു 10 ഫ്ലവേഴ്സ് മതി കേട്ടോ. അപ്പോൾ ഇതിൻ്റെ വെറൈറ്റി ഫ്ലവേഴ്സ് എല്ലാം ഉണ്ട്, ആവശ്യമുള്ളവർ നമ്മളായിട്ട് കോൺടാക്റ്റ് ചെയ്യുക കേട്ടോ. അപ്പോൾ ഇത്രയും മെറ്റീരിയൽസ് ആണ് കേട്ടോ നമുക്ക് ബ്രൂച്ച് ഉണ്ടാക്കാനായിട്ട് വേണ്ടത്. അപ്പോൾ അതിനായിട്ട് 3mm ഗിയർ വയറാണ് ഫസ്റ്റ് നമ്മൾ എടുക്കുന്നത്. അത് അത്യാവശ്യം ലെങ്ത്തിലെടുത്തിട്ട് കട്ട് ചെയ്തെടുക്കുകയാണ്. അപ്പോൾ ഈ ഒരു ഗിയർ വയറിൽ ഫസ്റ്റ് നമ്മൾ ഈ ഒരു കുന്തൻ ബീഡ് കോർത്ത് കൊടുക്കുകയാണ്. എന്നിട്ട് അത് നന്നായിട്ട് അങ്ങ് പിരിച്ചു കൊടുക്കാം, നല്ല ഭംഗിയിൽ വേണം പിരിച്ചു കൊടുക്കാനായിട്ട്. അത് കഴിഞ്ഞിട്ട് അതിൻ്റെ തൊട്ട് താഴെയുള്ള കമ്പിയിൽ വീണ്ടും ഒരു കുന്തൻ ബീഡ് കോർത്ത് കൊടുക്കുക. എന്നിട്ട് അതും നന്നായിട്ട് അങ്ങ് പിരിച്ചു കൊടുക്കുക. അപ്പോൾ ഈ പിരിച്ചു കൊടുക്കുന്ന ഭാഗം ഞാൻ കുറച്ച് സ്പീഡിൽ കാണിക്കുന്നുണ്ട്, അല്ലെങ്കിൽ നമ്മളുടെ വീഡിയോ കുറച്ച് ലെങ്ത്ത് കൂടും. അത് കഴിഞ്ഞിട്ട് അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിലുള്ള കമ്പിയിൽ ഒരു കുന്തൻ ബീഡും കൂടെ കോർത്ത് കൊടുക്കുക. എന്നിട്ട് അതും നന്നായിട്ട് അങ്ങ് പിരിച്ചു കൊടുക്കുക. അപ്പോൾ നമ്മളിത് പിരിച്ചു കൊടുത്തു കഴിഞ്ഞപ്പോൾ ഈ ഒരു ഷേപ്പിലാണ് കേട്ടോ കിട്ടുന്നത്, കണ്ടില്ലേ. എന്നിട്ട് ആ താഴെ കാണുന്ന 2 കമ്പി ഇങ്ങനെ ടെസ്റ്റ് ചെയ്ത് കൊടുക്കുകയാണ്. എന്നിട്ട് അതിൻ്റെ തൊട്ടടുത്തുള്ള കമ്പിയിൽ വീണ്ടും ഒരു കുന്തൻ ബീഡ് കോർത്ത് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് അങ്ങ് പിരിച്ചു കൊടുക്കുക. അതേപോലെ അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിലും കോർത്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഒരു സൈഡിൽ 2 ഓപ്പോസിറ്റ് സൈഡിൽ 2 വരുന്ന രീതിയിലുള്ള ഒരു കുഞ്ഞു പാർട്ടാണ് കേട്ടോ നമ്മളിവിടെ ഉണ്ടാക്കാൻ പോകുന്നത്. ഇനി ലാസ്റ്റ് ഒരു ബീഡും കൂടെ കോർത്തതിന് ശേഷം നന്നായിട്ട് അങ്ങ് പിരിച്ചു കൊടുക്കുകയാണേ. അതിൻ്റെ തൊട്ട് താഴെയുള്ള ബാലൻസ് വരുന്ന കമ്പി നന്നായിട്ട് അങ്ങ് പിരിച്ചു കൊടുക്കുക. ബാലൻസ് വരുന്ന കമ്പി കട്ട് ചെയ്ത് മാറ്റുക കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മളുടെ പാർട്ട് വന്നിട്ട്, കണ്ടില്ലേ, ഇങ്ങനെ വിരിഞ്ഞ് നിൽക്കുന്ന ഒരു പാർട്ടാണ്. നല്ല ഭംഗിയാണ് കേട്ടോ കാണാനായിട്ട്. ഇങ്ങനെ ഒതുക്കി വെക്കാതെ ഇങ്ങനെ വിരിഞ്ഞ് നിൽക്കുന്ന ടൈപ്പാണ് ഭംഗി. അപ്പോൾ ഇതിൻ്റെ കളർ വന്നിട്ട് നല്ല പീച്ച് കളറാണ്. അടുത്ത് വെച്ചിട്ടാണ് ഞാൻ കാണിക്കുന്നത്, കാണുന്നുണ്ടോയെന്ന് എനിക്കറിയില്ല. അപ്പോൾ ഇതുപോലെ ഒരുപാടെണ്ണം നമ്മൾ ഉണ്ടാക്കിയെടുക്കേണ്ടതുണ്ട്. അപ്പോൾ എത്രയാണോ ബ്രൂച്ചിൻ്റെ ലെങ്ത്ത് അതിനനുസരിച്ച് ഈ ഒരു പാർട്ടുകളുടെ എണ്ണം കൂട്ടുകയും വേണം കേട്ടോ. അടുത്തത് ഈ ഒരു ഫ്ലവർ ബീഡ് വെച്ചിട്ടുള്ള പാർട്ടാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അതിനായിട്ട് 3mm ഗിയർ വയർ തന്നെ എടുക്കുക. അതിൽ ഫസ്റ്റ് ഈ ഒരു റൗണ്ട് ബീഡ്, പിന്നെ ഫ്ലവർ ബീഡ്, പിന്നെ ഒരു കുഞ്ഞു ബീഡ് അങ്ങനെ കോർത്ത് കൊടുക്കുക. എന്നിട്ട് ആ ഒരു കമ്പി വളച്ചു കൊടുത്തിട്ട് ആ ഒരു ഫ്ലവർ ബീഡിൻ്റെ ഉള്ളിലൂടെ മാത്രം കോർത്ത് കൊടുക്കുക കേട്ടോ. എന്നിട്ട് അത് നന്നായിട്ട് പിരിച്ചു കൊടുക്കുക. കണ്ടില്ല, അത്യാവശ്യം താഴോട്ട് വരട്ടെ കേട്ടോ, പിരിച്ച്. ഇനി അടുത്തത് സെയിം നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ കുഞ്ഞു ബീഡ്, ഫ്ലവർ ബീഡ്, വീണ്ടും ഒരു കുഞ്ഞു ബീഡ് കോർത്ത് കൊടുക്കുക. എന്നിട്ട് ആ ഒരു കമ്പി ഫ്ലവർ ബീഡിൻ്റെ ഉള്ളിലൂടെ മാത്രം കോർത്ത് കൊടുക്കുക. എന്നിട്ട് അതും നന്നായിട്ട് അങ്ങ് പിരിച്ചു കൊടുക്കുകയാണേ.
കണ്ടില്ലേ, ഇതുപോലെ നന്നായിട്ട് പിരിച്ചു കൊടുക്കുക. ഇനി അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിലുള്ള കമ്പിയിൽ വീണ്ടും ഒരു കുഞ്ഞു ബീഡ്, ഒരു ഫ്ലവർ ബീഡ്, അതിൻ്റെ മുകളിലായിട്ടൊരു കുഞ്ഞു ബീഡ്, എന്നിട്ട് ആ ഒരു കമ്പി ഫ്ലവർ ബീഡിൻ്റെ ഉള്ളിലൂടെ മാത്രം കോർത്ത് കൊടുക്കുക. എന്നിട്ട് അത് നന്നായിട്ട് അങ്ങ് പിരിച്ചു കൊടുക്കുകയാണേ. ഇനി അതിൻ്റെ തൊട്ട് താഴെ കാണുന്ന ആ ഒരു 2 കമ്പി ഒന്നിങ്ങനെ ട്വിസ്റ്റ് ചെയ്ത് കൊടുക്കുകയാണ്. എന്നിട്ട് അതിലും നമ്മൾ ഈ ഒരു ഫ്ലവർ ബീഡ് കോർത്ത് കൊടുക്കുകയാണ്. നമ്മൾ നേരത്തെ കോർത്ത അതേപോലെ തന്നെ അത്രയും ബീഡ്സ് വെച്ചിട്ട് കോർത്ത് കൊടുക്കുക. എന്നിട്ട് ഇതുപോലെ നന്നായിട്ട് അങ്ങ് പിരിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ നമ്മൾ 4 ഫ്ലവേഴ്സ് വെച്ചിട്ടുള്ള ഒരു പാർട്ടാണ് കേട്ടോ ഇവിടെ ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ ഫ്ലവേഴ്സ് എല്ലാം പിരിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ലാസ്റ്റ് ബാക്കി വരുന്ന ആ ഒരു 2 കമ്പി ഇതുപോലെ പിരിച്ചു കൊടുത്തിട്ട് ബാലൻസ് വരുന്ന കമ്പി കട്ട് ചെയ്ത് മാറ്റുകയാണ്. അപ്പോൾ ഇതാണ് കേട്ടോ ഫ്ലവേഴ്സ് വെച്ചിട്ടുള്ള പാർട്ട്. ഇതുപോലെ കുറച്ചധികം നമ്മൾ ഉണ്ടാക്കിയെടുക്കേണ്ടതുണ്ട്. അപ്പോൾ ഇത്രയാണ് കേട്ടോ ഞാൻ ഉണ്ടാക്കി വെച്ചത്. ഇതിലെല്ലാം 4 എണ്ണം വീതമാണ്. അപ്പോൾ എത്രയാണോ ബ്രൂച്ചിൻ്റെ ലെങ്ത്ത് അതിനനുസരിച്ച് നമുക്ക് ഇത് കൂട്ടുകയും ചെയ്യാം കുറയ്ക്കുകയും ചെയ്യാം കേട്ടോ. അപ്പോൾ ഞാനിത് അത്യാവശ്യം വലിയവർക്കും കൊച്ചു പിള്ളേർക്കും യൂസ് ചെയ്യാൻ പറ്റിയ പാകത്തിനാണ് എടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് ബ്രൂച്ച് ഉണ്ടാക്കാനായിട്ട് തുടങ്ങാം. അതിനായിട്ട് 4mm ഗിയർ വയറാണ് നമ്മളിവിടെ എടുക്കുന്നത്. അത് എത്രയാണ് ബ്രൂച്ചിൻ്റെ ലെങ്ത്ത് വരുന്നത് ആ ഒരു ലെങ്ത്തിനനുസരിച്ച് മാത്രം കട്ട് ചെയ്യുക കേട്ടോ. അപ്പോൾ ഞാനിവിടെ 16 സെൻറ്റിമീറ്റർ ആണ് കേട്ടോ എടുത്തിട്ടുള്ളത്. നമ്മളുടെ സ്കെയിലില്ലേ, ആ ഒരു സ്കെയിലിൻ്റെ അളവാണ് ഞാനിവിടെ പറയുന്നത്, 16 സെൻറ്റിമീറ്റർ കേട്ടോ. അപ്പോൾ ഇതേ ഞാനിവിടെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഈ ഒരു ഗിയർ വയറിൻ്റെ അറ്റം പിടിച്ചിട്ട് ഇതാ ഇതുപോലെ വളച്ചു കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് അങ്ങ് പിരിച്ചു കൊടുക്കുകയാണേ. ഇനി നമുക്ക് ഈ ഉണ്ടാക്കി വെച്ചിട്ടുള്ള 2 പാർട്ടുകളും മാറി മാറി അങ്ങ് പിരിച്ചു കൊടുക്കുകയാണ് ചെയ്യേണ്ടത്. അപ്പോൾ ഫസ്റ്റ് ഞാനിവിടെ എടുക്കുന്നത് ഈ ഒരു കുന്തൻ ബീഡ് വെച്ചിട്ടുള്ള പാർട്ടാണേ. അത് ഈ ഒരു കമ്പിയുടെ നേരെ വെക്കുക കേട്ടോ. ഇതാ ഇതുപോലെ വെക്കുക. എന്നിട്ടത് നന്നായിട്ട് അങ്ങ് പിരിച്ചു കൊടുക്കുക. ഇനി അതിൻ്റെ തൊട്ട് താഴെയായിട്ട് ഒരു കുന്തൻ ബീഡിൻ്റെ പാർട്ടും കൂടെ ഇതുപോലെ വെച്ച് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് അങ്ങ് പിരിച്ചു കൊടുക്കുകയാണേ. അപ്പോൾ ഈ ഒരു ഡിസൈനിൻ്റെ ഒരു പ്രത്യേകത വന്നിട്ട് ഇങ്ങനെ ഫില്ല് ചെയ്തിട്ട് വേണം നമ്മൾ ഈ ഒരു പാർട്ടുകൾ വെച്ച് കൊടുക്കാനായിട്ട്. ഗ്യാപ്പ് പാടില്ല കേട്ടോ. അപ്പോൾ ചില ബ്രൂച്ചിന് ഞാനിങ്ങനെ ഗ്യാപ്പ് ഇടാറുണ്ട്. അത് ഓരോരോ ഡിസൈനാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു ഡിസൈനിൽ ഗ്യാപ്പ് ഉണ്ടായാലും ഒരു ഭംഗി ഉണ്ടാവില്ല. ഇങ്ങനെ ഫില്ല് ചെയ്ത് വരുന്നതാണ് ഇതിൻ്റെ ഒരു ഭംഗി. അപ്പോൾ നമ്മൾ ഈ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ഓരോ പാർട്ടുകളും ഇതേപോലെ മാറി മാറി അങ്ങ് പിരിച്ചു കൊടുക്കുകയാണേ. ഇനി നമുക്കിതിൻ്റെ മെറ്റീരിയൽസിൻ്റെ റേറ്റും കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കാം. ഫസ്റ്റ് വന്നിട്ട് ഈ ഒരു ബ്രൂച്ചിൻ്റെ ഏറ്റവും ഹൈലൈറ്റ് ആയിട്ട് വരുന്നത് ഈ ഒരു കുന്തൻ ബീഡാണ്. അപ്പോൾ ഈ ഒരു കുന്തൻ ബീഡിൻ്റെ കളർ വന്നിട്ട് ഒരു പീച്ച് കളറാണ് കേട്ടോ. നമ്മുടെ ക്യാമറയിൽ അത്ര തന്നെ അത് കാണുന്നില്ല. നല്ല ഭംഗിയാണ് കാണാനായിട്ട്. ഇങ്ങനെ ഗ്ലേസിങ് ആയിട്ട് വന്നിട്ടുള്ളൊരു ബീഡാണ് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ പല കളേഴ്സും നമ്മുടെ കയ്യിൽ അവൈലബിൾ ആണ്. പാക്കറ്റിന് 20 രൂപയാണ് കേട്ടോ. പിന്നെ അടുത്ത് വന്നിട്ട് ഈ ഒരു കുഞ്ഞു ഫ്ലവേഴ്സാണ് കേട്ടോ. അപ്പോൾ ഇതിൽ വലിയ ഫ്ലവേഴ്സ് ആണെന്നുണ്ടെങ്കിൽ ഒരെണ്ണം വെച്ചിട്ട് ഉണ്ടാക്കിയാൽ മതി. ഇതുപോലെ കുഞ്ഞു ഫ്ലവേഴ്സ് ആണെന്നുണ്ടെങ്കിൽ 3 4 വെച്ചിട്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാവുന്നതാണ്. അപ്പോൾ കുഞ്ഞു ഫ്ലവേഴ്സ് ഒരു പ്രത്യേക ഭംഗിയാണ് കേട്ടോ. ഫ്ലവേഴ്സ് എത്രത്തോളം ഉണ്ടോ അത്രയും ഭംഗിയായിരിക്കും ബ്രൂച്ച് കാണാനായിട്ട്. അപ്പോൾ ഞാനിവിടെ 4 ഫ്ലവേഴ്സ് വെച്ചിട്ടുള്ള പാർട്ടാണ് കേട്ടോ അവിടെ ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു ഫ്ലവർ ബീഡിൻ്റെ റേറ്റ് വന്നിട്ട് 20 രൂപയാണ്. ഇത്ര റേറ്റ് കുറവിന് എവിടെയും വാങ്ങാൻ കിട്ടില്ല കേട്ടോ. 100 രൂപേൻ്റെ മുകളിലാണ് ഓരോ ഫ്ലവേഴ്സും നമുക്ക് വാങ്ങാൻ കിട്ടുക. അപ്പോൾ നമ്മളിവിടെ 20 രൂപയ്ക്കാണ് റേറ്റ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ആവശ്യമുള്ളവർ നമ്മളായിട്ട് കോൺടാക്റ്റ് ചെയ്യാം. പിന്നെ അടുത്ത് വന്നിട്ട് ഈ ഒരു ഗോൾഡ് റൗണ്ട് ബീഡാണ്. കുഞ്ഞു ബീഡ്സ് ഇല്ലേ, ആ ഒരു ഫ്ലവറിൻ്റെ ഉള്ളിൽ വരുന്ന ആ ഒരു ഗോൾഡൻ ബീഡിന് പാക്കറ്റിന് 20 രൂപയാണ്. എല്ലാം പാക്കറ്റിന് 20 രൂപയാണ്. ഈ ഒരു മെറ്റീരിയൽസ് മാത്രമല്ല, ഒരുപാട് മെറ്റീരിയൽസ് ഉണ്ട് നമ്മുടെ കയ്യിൽ. അപ്പോൾ ആവശ്യമുള്ളവർ നമ്മളായിട്ട് കോൺടാക്റ്റ് ചെയ്യാം കേട്ടോ. പിന്നെ വരുന്നത് 2 സൈസിലുള്ള ഗിയർ വയറാണ്. ഒന്ന് 3ഉം ഒന്ന് 4ഉം ആണ്. അപ്പോൾ ബ്രൂച്ച് ഉണ്ടാക്കാനായിട്ട് 2 സൈസും ആവശ്യമാണ്. 3ഉം 4ഉം എടുക്കേണ്ടതുണ്ട്. അപ്പോൾ ഗിയർ വയർ ഇല്ലാത്തവർ നമ്മളായിട്ട് കോൺടാക്റ്റ് ചെയ്യാം. അപ്പോൾ ഇതേ നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ള എല്ലാ പാർട്ടുകളും ഇതുപോലെ ഇങ്ങനെ പിരിച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മളിത് 2 പാർട്ടാക്കിയിട്ടാണ് കേട്ടോ ഈ ഒരു ബ്രൂച്ച് ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ ഫസ്റ്റത്തെ പാർട്ട് ഇതാണ്. ഇനി രണ്ടാമത്തെ പാർട്ട് ഈ കാണുന്നതാണ് കേട്ടോ. അപ്പോൾ നമ്മളിത് 2 പാർട്ടാക്കിയിട്ടാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. ഒറ്റ ലൈനായിട്ട് ഉണ്ടാക്കാം, പക്ഷേ എനിക്ക് കുറച്ചും കൂടെ കംഫർട്ടായിട്ട് തോന്നിയിട്ടുള്ളത് 2 പാർട്ടാക്കിയിട്ട് ഉണ്ടാക്കുന്നതാണ് കേട്ടോ. അപ്പോൾ ഇതെങ്ങനെയാണ് ജോയിൻ ചെയ്യാന്ന് വെച്ചാൽ ഇതുപോലെ ക്രോസിന് വെക്കുക. എന്നിട്ട് ഇതുപോലെ നന്നായിട്ട് അങ്ങ് പിരിച്ചു കൊടുക്കുക കേട്ടോ. നല്ല ടൈറ്റായിട്ട് പിരിച്ചു കൊടുക്കുക. എന്നിട്ട് ഇതുപോലെ വളച്ചു കൊടുക്കുക ആ ഒരു കമ്പി. എന്നിട്ട് നന്നായിട്ട് അങ്ങ് കെട്ടി കൊടുക്കുക. ആ ഒരു ബ്രൂച്ചിൻ്റെ ഇടയിലൂടെ ആ ഒരു കമ്പി വെച്ചിട്ട് നല്ല ടൈറ്റായിട്ട് അങ്ങ് കെട്ടി കൊടുക്കുകയാണ്. ഒരു 10 പ്രാവശ്യം തലയിൽ വെച്ച് കഴിഞ്ഞാലും പോരാത്ത രീതിയിൽ നല്ല ടൈറ്റായിട്ട് നല്ല വൃത്തിയിൽ വേണം കേട്ടോ ചെയ്യാനായിട്ട്. അത് ബാക്ക് സൈഡല്ലേ വിചാരിച്ചിട്ട്
ഒരു ഭംഗിയില്ലാത്ത രീതിയിൽ കെട്ടിക്കൊടുക്കാതിരിക്കുക. നല്ല ഭംഗിയിൽ നല്ല വൃത്തിയിൽ ചെയ്യുക. ഫ്രണ്ടും ബാക്കും കാണുമ്പോൾ നല്ല ഭംഗിയായിട്ട് നമുക്ക് തോന്നണം. കാരണം ഹാൻഡ് മെയ്ഡ് പ്രൊഡക്റ്റാണ്. അപ്പോൾ അത് നല്ല വൃത്തിയിൽ തന്നെ ചെയ്യുക കേട്ടോ. ഇനി ആ ബാലൻസ് വരുന്ന കമ്പി കട്ട് ചെയ്ത് മാറ്റുകയാണേ. അപ്പോൾ ഇനി ലാസ്റ്റ് ചെയ്യേണ്ടത് എന്താ വെച്ചാൽ ആ കൂർത്ത് നിൽക്കുന്ന കുറേ കമ്പികളൊക്കെ ഉണ്ടാവും. അത് ഉള്ളിലോട്ട് ഇങ്ങനെ വളച്ച് വളച്ച് കൊടുക്കുക, കുത്താതിരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഇനി ലാസ്റ്റ് ആ ഒരു പാർട്ടുകളെല്ലാം ഒന്നിങ്ങനെ അറേഞ്ച് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ ദേ നമ്മളുടെ ഹെയർ ബ്രൂച്ച് റെഡിയായി. അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ. വളരെ ഈസി ആയിട്ടാണ് നമ്മളിവിടെ ഉണ്ടാക്കിയെടുത്തിട്ടുള്ളത്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ ഇതിൻ്റെ മെറ്റീരിയൽസിനെല്ലാം വളരെ റേറ്റ് കുറവാണ് കേട്ടോ. അപ്പോൾ നിങ്ങളുടെ തൊട്ടടുത്തുള്ള ബട്ടൺ ഹൗസിലൊന്നും ഇതുപോലെയുള്ള മെറ്റീരിയൽസ് കിട്ടാനില്ല എന്നുണ്ടെങ്കിൽ നമ്മളായിട്ട് കോൺടാക്റ്റ് ചെയ്താൽ മതി. നമ്മൾ വീട്ടിലേക്ക് അയച്ചു തരുന്നതായിരിക്കും. അപ്പോൾ ഇതിൻ്റെ മെറ്റീരിയൽസ് എന്ന് പറയുന്നത് കുന്തൻ ബീഡ്സ് ആണ്, ഫ്ലവേഴ്സ് ആണ്. ഇതിൻ്റെ പല കളേഴ്സിലും പല വെറൈറ്റി ഡിസൈനിലും വരുന്നുണ്ട്. അപ്പോൾ ആവശ്യമുള്ളവർ നമ്മളായിട്ട് കോൺടാക്റ്റ് ചെയ്യാം. അപ്പോൾ കുറേ പേർക്ക് ഞാൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു ഈ ഒരു കുന്തൻ ബീഡ്സ് വേണോ, അത് അയച്ചു തരാം, പാക്കറ്റിന് 20 രൂപയേ ഉള്ളൂ എന്ന് പറഞ്ഞപ്പോൾ ആർക്കും വേണ്ട. അപ്പോൾ എനിക്ക് തോന്നി അവർക്ക് ഈ ഒരു കുന്തൻ ബീഡ്സ് വെച്ചിട്ടുള്ള ബ്രൂച്ച് ചെയ്യാൻ അറിയില്ല എന്ന്. അപ്പോൾ അവർക്കും കൂടെ വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ എല്ലാവരും ചെയ്തു നോക്കുക. ചെയ്യാൻ ആഗ്രഹിക്കുന്നവരുണ്ടെന്നുണ്ടെങ്കിൽ നമ്മളായിട്ട് കോൺടാക്റ്റ് ചെയ്യുക കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു, യൂസ്ഫുൾ ആയെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നവരെ ടാറ്റാ ബൈ ബൈ, സീ യു.